ജോഷുവയുടെ പുസ്തകം അദ്ധ്യായം 14. ജോർദാനു പടിഞ്ഞാറ്. കാനാൻ ദേശത്ത് ഇസ്രായേൽ ജനത്തിന് അവകാശമായി ലഭിച്ച സ്ഥലങ്ങൾ ഇവയാണ്. പുരോഹിതനായ എലയാസറും നൂനിൻ്റെ മകനായ ജോഷുയും ഇസ്രായേൽ ഗോത്രപിതാക്കന്മാരിൽ തലവന്മാരും കൂടി ഇവ അവർക്ക് ഭാഗിച്ചു കൊടുത്തു. കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ 9 ഗോത്രത്തിനും അർദ്ധഗോത്രത്തിനും അവകാശങ്ങൾ ഭാഗിച്ചു കൊടുത്തത് നറുക്കിട്ടാണ്. ജോർദാനു മറുകരയിൽ 2 ഗോത്രങ്ങൾക്കും അർദ്ധഗോത്രത്തിനുമായി മോശ അവകാശം കൊടുത്തു കഴിഞ്ഞിരുന്നു. എന്നാൽ അവരുടെ ഇടയിൽ ലേവ്യർക്ക് അവകാശം ഒന്നും കൊടുത്തില്ല. ജോസഫിൻ്റെ സന്തതികൾ മനാസെ, എഫ്രായിം എന്നു 2 ഗോത്രങ്ങളായിരുന്നു. താമസിക്കുന്നതിന് പട്ടണങ്ങളും കന്നുകാലികളെ മേയ്ക്കുന്നതിന് പുൽമേടുകളും മാത്രമല്ലാതെ ലേവ്യർക്ക് അവിടെ വിഹിതമൊന്നും നൽകിയില്ല. കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ അവർ സ്ഥലം പങ്കിട്ടെടുത്തു. അതിനുശേഷം യൂദായുടെ മക്കൾ ഗിൽഗാലിൽ ജോഷുവയുടെ അടുത്തു വന്നു. കെനീസ്യനായ യെഫുന്നയുടെ മകൻ കാലെബ് അവനോട് പറഞ്ഞു, കർത്താവ് ദൈവപുരുഷനായ മോശയോട് എന്നെക്കുറിച്ചും നിന്നെക്കുറിച്ചും കാദേശ് ബർണിയായിൽ വെച്ച് എന്താണ് അരുളി ചെയ്തതെന്ന് നിനക്കറിയാമല്ലോ. കാദേശ് ബർണിയായിൽ നിന്നു ദേശം ഒറ്റുനോക്കുന്നതിന് കർത്താവിൻ്റെ ദാസനായ മോശ എന്നെ അയക്കുമ്പോൾ എനിക്ക് 40 വയസ്സുണ്ടായിരുന്നു. ഞാൻ സത്യാവസ്ഥ അവനെ അറിയിക്കുകയും ചെയ്തു. എന്നാൽ എന്നോട് കൂടെ വന്ന സഹോദരന്മാർ ജനത്തെ നിരുത്സാഹപ്പെടുത്തി. എന്നിട്ടും ഞാൻ എൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണമായി പിൻചെന്നു. അന്ന് മോശ ശപഥം ചെയ്തു പറഞ്ഞു, നീ കാലുകുത്തിയ സ്ഥലം എന്നേക്കും നിനക്കും നിന്റെ സന്തതികൾക്കും അവകാശമായിരിക്കും. എന്തെന്നാൽ എൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണമായും നീ പിൻചെന്നിരിക്കുന്നു. ഇസ്രായേൽക്കാർ മരുഭൂമിയിൽ സഞ്ചരിച്ച കാലത്ത് കർത്താവ് മോശയോട് ഇക്കാര്യം സംസാരിച്ചതു മുതൽ 45 സംവത്സരങ്ങൾ അവിടുന്ന് എന്നെ ജീവിക്കാൻ അനുവദിച്ചു. ഇപ്പോൾ എനിക്ക് 85 വയസ്സായി. മോശ എന്നെ അയച്ചപ്പോൾ ഉണ്ടായിരുന്ന അതേ ശക്തി ഇന്നും എനിക്കുണ്ട്. യുദ്ധം ചെയ്യാനും മറ്റെന്തിനും അന്നത്തെ ശക്തി ഇന്നും എനിക്കുണ്ട്. ആകയാൽ കർത്താവ് അന്നു പറഞ്ഞ ഈ മലമ്പ്രദേശം എനിക്ക് തന്നാലും പ്രബലങ്ങളായ വലിയ പട്ടണങ്ങളോട് കൂടിയതും അനാക്കിമുകൾ വസിക്കുന്നതുമാണ് ഈ സ്ഥലം എന്ന് നീ കേട്ടിട്ടുണ്ടല്ലോ. കർത്താവ് എന്നോട് കൂടെയുണ്ടെങ്കിൽ അവിടുന്ന് എന്നോട് പറഞ്ഞിട്ടുള്ളതുപോലെ ഞാൻ അവരെ ഓടിച്ചു കളയും. ജോഷുവ യെഫുന്നയുടെ മകനായ കാലെബിനെ അനുഗ്രഹിച്ച് അവന് ഹെബ്രോൺ അവകാശമായി കൊടുത്തു. അങ്ങനെ ഇന്നുവരെ ഹെബ്രോൺ കെനീസ്യനായ യെഫുന്നയുടെ മകൻ കാലെബിൻ്റെ അവകാശമാണ്. എന്തെന്നാൽ അവൻ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിനെ പരിപൂർണമായി പിൻചെന്നു. ഹെബ്രോണിൻ്റെ പേര് പണ്ട് കിരിയാത്ത് അർബ എന്നായിരുന്നു. ഇത് അനാക്കിമുകളുടെ സ്ഥലങ്ങളിൽ ഏറ്റവും പ്രധാനമായിരുന്നു. നാട്ടിൽ സമാധാനമുണ്ടായി. അദ്ധ്യായം 15. യൂദായുടെ ഓഹരി. യൂദാ ഗോത്രത്തിന് കുടുംബക്രമമനുസരിച്ച് ലഭിച്ച ഓഹരി തെക്ക് സിൻ മരുഭൂമിയുടെ തെക്കേ അറ്റമായ ഏദോം അതിർത്തി വരെ വ്യാപിച്ചു കിടക്കുന്നു. അവരുടെ തെക്കേ അതിർത്തി ഉപ്പുകടലിൻ്റെ തെക്കോട്ട് നീണ്ടുകിടക്കുന്ന ഉൾക്കടലിൽ ആരംഭിക്കുന്നു. അത് അക്രാബിമിൻ്റെ കയറ്റത്തിലൂടെ തെക്കോട്ട് ചെന്ന് സിനിലേക്കു കടന്ന് കാദേശ് ബർണയായുടെ തെക്ക് ഭാഗത്തുകൂടി ഹെസ്രോണിലൂടെ അദാറിലെത്തി കർക്കായിലേക്ക് തിരിയുന്നു. അവിടെ നിന്ന് അസ്മോൺ കടന്ന് ഈജിപ്ത് തോട് വരെ ചെന്ന് കടലിൽ അവസാനിക്കുന്നു. ഇതായിരിക്കും നിങ്ങളുടെ തെക്കേ അതിർത്തി. ജോർദാൻ നദീമുഖം വരെയുള്ള ഉപ്പുകടലായിരിക്കും നിങ്ങളുടെ കിഴക്കേ അതിർത്തി. വടക്കേ അതിർത്തി ജോർദാൻ നദീമുഖത്തുള്ള ഉൾക്കടലിൽ നിന്ന് ആരംഭിക്കുന്നു. അത് ബേത് ഹോഗ്ലയിലൂടെ പോയി ബേത് അരാബായുടെ വടക്കുകൂടെ കടന്ന് റൂബൻ്റെ മകൻ ബോഹാൻ്റെ ശില വരെ പോകുന്നു. തുടർന്ന് ആഘോർ താഴ്വരയിൽ നിന്ന് ദബീർ വരെ പോയി വടക്കോട്ട് ഗിൽഗാലിലേക്ക് തിരിയുന്നു. താഴ്വരയുടെ തെക്കുവശത്തുള്ള അതുമ്മിം കയറ്റത്തിൻ്റെ എതിർവശത്താണ് ഗിൽഗാൽ അതിർത്തി. എൻഷമേഷ് ജലാശയത്തിലൂടെ കടന്ന് എൻറോഗലിലെത്തുന്നു. അവിടെ നിന്ന് അത് ജബൂസി മലയുടെ ജെറുസലേമിൻ്റെ തെക്കേ അറ്റത്ത് ബെൻഹിന്നോം താഴ്വര വരെ പോകുന്നു. പിന്നീട് ഹിന്നോം താഴ്വരയുടെ മുൻപിൽ പടിഞ്ഞാറോട്ടും റഫായിം താഴ്വരയുടെ അടുത്ത് വടക്കോട്ടുമുള്ള മലമുകളിലേക്ക് കയറുന്നു. വീണ്ടും അത് മലമുകളിൽ നിന്ന് നെഫ്തോവ അരുവികൾ വരെയും അവിടെ നിന്ന് എഫ്രോൺ മലയിലെ പട്ടണങ്ങൾ വരെയും അവിടെ നിന്ന് ബാലായിലേക്ക്, അതായത് കിരിയാത്ത് യെയാറിമിലേക്ക് വളഞ്ഞു പോകുന്നു. ബാലായുടെ പശ്ചിമ ഭാഗത്തുകൂടി കടന്ന് സെയിർ മലയിലെത്തി
യയാറിം മലയുടെ കെസലോണിൻ്റെ വടക്ക് ഭാഗത്തുകൂടെ കടന്ന് ബെത്ഷെമേഷിലേക്ക് ഇറങ്ങി തിമ്നായിലൂടെ നീങ്ങുന്നു. അത് എക്രോണിൻ്റെ വടക്കുള്ള കുന്നിൻ പ്രദേശങ്ങളിലൂടെ ചെന്ന് ഷിക്കറോൺ ചുറ്റി ബാലാമലയിലൂടെ കടന്ന് യാബ്നെയിൽ എത്തി സമുദ്രത്തിൽ വന്ന് അവസാനിക്കുന്നു. പടിഞ്ഞാറെ അതിർത്തി മഹാസമുദ്രവും അതിൻ്റെ തീരപ്രദേശവുമാണ്. യൂദാ ഗോത്രത്തിന് കുടുംബക്രമമനുസരിച്ച് ലഭിച്ച അവകാശത്തിനു ചുറ്റുമുള്ള അതിർത്തിയാണിത്. ജോഷുവയോട് കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് യെഫുന്നെയുടെ മകനായ കാലെബിന് യൂദാ ഗോത്രത്തിൻ്റെ ഇടയിൽ കിര്യാത്തർബ ഹെബ്രോൺ കൊടുത്തു. അനാക്കിൻ്റെ പിതാവായിരുന്നു അർബ. അവിടെ നിന്ന് കാലെബ് അനാക്കിൻ്റെ സന്തതികളായ ശേഷായി, അഹിമാൻ, തൽമായി എന്നിവരെ തുരത്തി. പിന്നീട് അവൻ ദബീർ നിവാസികൾക്കെതിരെ പുറപ്പെട്ടു. ദബീറിൻ്റെ പഴയ പേര് കിര്യാത്ത് സേഫർ എന്നായിരുന്നു. കാലെബ് പറഞ്ഞു, കിര്യാത്ത് സേഫർ പിടിച്ചടക്കുന്നവന് എൻ്റെ മകൾ അക്സായി ഞാൻ ഭാര്യയായി കൊടുക്കും. കാലെബിൻ്റെ സഹോദരൻ കെനസിൻ്റെ മകനായ ഒത്നിയേൽ അത് പിടിച്ചെടുത്തു. അവന് തൻ്റെ മകളായ അക്സായി കാലെബ് ഭാര്യയായി നൽകി. അവൾ അടുത്തു ചെന്നപ്പോൾ പിതാവിനോടൊരു വയൽ ചോദിക്കണമെന്ന് അവൻ നിർബന്ധിച്ചു. അവൾ കഴുതപ്പുറത്തു നിന്നിറങ്ങിയപ്പോൾ കാലെബ് അവളോട് ചോദിച്ചു, നിനക്ക് എന്താണ് വേണ്ടത്? അവൾ പറഞ്ഞു, എനിക്കൊരു സമ്മാനം വേണം. നീ എന്നെ വരണ്ട നെഗബിലേക്ക് അയക്കുന്നതിനാൽ എനിക്ക് നീരുറവകൾ തരണം. കാലെബ് അവൾക്ക് മലയിലും താഴ്വരയിലും നീരുറവകൾ കൊടുത്തു. യൂദാ ഗോത്രത്തിന് കുടുംബക്രമമനുസരിച്ച് ലഭിച്ച അവകാശം. തെക്കേ അറ്റത്ത് ഏദോം അതിർത്തിക്കരികെ യൂദാ ഗോത്രത്തിനുള്ള പട്ടണങ്ങൾ ഇവയാണ്: കബ്സേൽ, ഏദർ, യാഗുർ, കീന, ദിമോന, അദാദ, കേദെഷ്, ഹാസോർ, ഇത്നാൻ, സിഫ്, തേലം, ബേയാലോത്ത്, ഹസോർ ഹദാത്ത, കെരിയോത്ത് ഹെസ്രോൺ, ഹാസോർ, അമാം, ഷേമ, മൊളാദ, ഹസാർ ഗാദ, ഹെഷ്മോൺ, ബത്പെലെത്ത്, ഹസാർ ഷുവാൽ, ബേർഷേബ, ബിസിയോത്തിയ, ബാല, ഈയും, ഏസെം, എൽത്തോലാദ്, കെസിൽ, ഹോർമ, സിക്ലാഗ്, മത്മന്ന, സാൻസന്ന, ലെബാവോത്ത്, ഷിൽഹിം, അയിൻ, റിമ്മോൻ. അങ്ങനെ ആകെ 29 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും. സമതലത്തിൽ എഷ്താവോൽ, സോറ, അഷ്ന, സനോവ, എൻഗന്നീം, തപ്പുവ, ഏനാം, യാർമുത്ത്, അതുല്ലാം, സൊക്കോ, അസേക്ക, ഷെറായിം, അതിത്തായിം, ഗദേറ, ഗദറോത്തായിം എന്നീ 14 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും. സെനാൻ, ഹദാശ, മിഗ്ദൽഗാദ്, ദെലയാൻ, മിസ്പെ, യോക്തേൽ, ലാഗീഷ്, ബൊസ്കത്ത്, എഗ്ലോൻ, കബോൻ, ലഹ്മാം, കിത്ലിഷ്, ഗെദറോത്ത്, ബെത്ദാഗോൻ, നാമ, മക്കേദ എന്നീ 16 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും. ലിബ്ന, എത്തോർ, ആഷാൻ, ഇഫ്ത, അഷ്ന, നെസിബ്, കെയില, അക്സീബ്, മറേഷ എന്നീ 9 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും. എക്രോണിലെ പട്ടണങ്ങളും ഗ്രാമങ്ങളും. എക്രോൺ മുതൽ സമുദ്രം വരെ അഷ്ദോദിൻ്റെ അരികിലുള്ള പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും. അഷ്ദോദിലെ പട്ടണങ്ങളും ഗ്രാമങ്ങളും, ഗാസയിലെ പട്ടണങ്ങളും ഗ്രാമങ്ങളും, ഈജിപ്ത് തോട് മഹാസമുദ്രവും അതിൻ്റെ തീരവും വരെ, മലമ്പ്രദേശങ്ങളിൽ ഷമീർ, യത്തീർ, സൊക്കോ, ദന്ന, കിരിയാത്ത് സന്ന, ദബീർ, അനാബ്, എഷ്തെമോ, അനി, ഗോഷൻ, ഹോലോൻ, ഗിലോ എന്നീ 11 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും. അരാബ്, ദുമ, എഷാൻ, യാനീം, ബത്ത് തപ്പുവ, അഫേക്ക, ഹുംത, കിര്യാത്തർബ, ഹെബ്രോൺ, സിയോർ എന്നീ 9 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും. മാവോൻ, കാർമൽ, സിഫ്, യുത്ത, യസ്രേൽ, യോക്ദയാം, സനോവ, കായിൻ, ഗിബയ, തിമ്ന എന്നീ 10 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും. ഹാൽഹുൽ, ബത്സുർ, ഗദോർ, മാറാത്ത്, ബത്ത് അനോത്ത്, എൽ തെക്കോൻ എന്നീ 6 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും. കിരിയാത്ത് ബാൽ, കിരിയാത്ത് യയാറിം, റബ്ബ എന്നീ 2 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും. മരുഭൂമിയിൽ ബത്ത് അരാബ, മിദ്ദീൻ, സെക്കാക്ക, നിബ്ഷാൻ ഉപ്പുനഗരം, എൻഗേദി എന്നീ 6 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും. എന്നാൽ യൂദാ ഗോത്രത്തിന് ജെറുസലേം നിവാസികളായ ജബൂസ്യരെ തുരത്താൻ സാധിച്ചില്ല. അതുകൊണ്ട് ഇന്നും ജബൂസ്യർ അവരോടൊന്നിച്ച് ജെറുസലേമിൽ വസിക്കുന്നു. അധ്യായം 16. എഫ്രായിമിൻ്റെ ഓഹരി. ജോസഫിൻ്റെ സന്തതികൾക്ക് നിശ്ചയിച്ചിരുന്ന സ്ഥലത്തിൻ്റെ അതിർത്തി ജെറീക്കോ നീരുറവുകൾക്ക് കിഴക്ക്, ജെറീക്കോയ്ക്ക് സമീപം
ജോർദാനിൽ തുടങ്ങുന്നു. അവിടെ നിന്ന് മരുഭൂമിയിലൂടെ മലമ്പ്രദേശത്ത് ബഥേലിൽ എത്തുന്നു. അവിടെ നിന്ന് ലൂസിൽ ചെന്ന് അർക്യരുടെ പ്രദേശമായ അത്താറോത്ത് കടക്കുന്നു. തുടർന്ന് താഴോട്ട് പടിഞ്ഞാറ് വശത്തുള്ള ജഫ്ലേത്യരുടെ ദേശത്തിലൂടെ താഴത്തെ ബേത് ഹോറോണിൽ പ്രവേശിച്ച് ഗേസർ കടന്ന് കടലിൽ അവസാനിക്കുന്നു. അങ്ങനെ ജോസഫിൻ്റെ പുത്രന്മാരായ മനാസയ്ക്കും എഫ്രായിമിനും തങ്ങളുടെ അവകാശം ലഭിച്ചു. കുടുംബക്രമമനുസരിച്ച് എഫ്രായിമിൻ്റെ മക്കൾക്ക് കിട്ടിയ ദേശങ്ങൾ താഴെ പറയുന്നവയാണ്. കിഴക്ക് അവരുടെ അവകാശത്തിൻ്റെ അതിർത്തി മുകളിലത്തെ ബേത് ഹോറോൺ വരെയുള്ള അത്താറോ താതാറായിരുന്നു. അവിടെ നിന്ന് അത് കടൽ വരെ വ്യാപിച്ചു കിടക്കുന്നു. വടക്ക് മിക്മെത്താത്ത, കിഴക്കേ അതിർത്തി താനാത്തിഷ്ലോ വളഞ്ഞ് കിഴക്ക് യനോവായിലെത്തുന്നു. അവിടെ നിന്ന് താഴോട്ടിറങ്ങി അത്താറോത്തിലും നാറായിലും എത്തി ജെറീക്കോയെ തൊട്ട് ജോർദാനിൽ അവസാനിക്കുന്നു. വീണ്ടും തപ്പുവായിൽ നിന്ന് അതിർത്തി കാനാത്തോടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുകൂടെ കടന്ന് കടലിൽ അവസാനിക്കുന്നു. എഫ്രായിം ഗോത്രത്തിന് കുടുംബക്രമം അനുസരിച്ച് ലഭിച്ച അവകാശം ഇതാണ്. മനാസെ ഗോത്രത്തിൻ്റെ അതിർത്തിക്കുള്ളിൽ നീക്കിവെച്ച പട്ടണങ്ങളും ഗ്രാമങ്ങളും കൂടി എഫ്രായിം ഗോത്രത്തിന് ലഭിച്ചു. എന്നാൽ ഗേസറിൽ വസിച്ചിരുന്ന കാനാന്യരെ അവർ തുരത്തിയില്ല. അവർ ഇന്നും എഫ്രായിമിന് അടിമവേല ചെയ്തു വസിക്കുന്നു. ദൈവമായ കർത്താവിന് സ്തുതി.